അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ നബിയിൽ മുസ്തഫ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അൽ കുല്ലിയാത്തുൽ ഖംസ്, 5 തരം കുല്ലികളെ കുറിച്ചുള്ള ചർച്ചയാണ് കഴിഞ്ഞ ക്ലാസ്സോടെ അവസാനിച്ചത്. ഇനി ആ ചർച്ചയ്ക്ക് ഒരു ഖാത്തിമ പറയുക മാത്രമാണ് ചെയ്യുന്നത് ഇന്നത്തെ ക്ലാസ്സിൽ. അപ്പോൾ ഈ ഖാത്തിമയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് പ്രധാനമായും 2 കാര്യങ്ങളാണ്. ഒന്ന്, ഈ കുല്ലിയ്യ് എന്ന് പറയുന്ന സംഗതി. എന്താണ് കുല്ലിയ്യ് എന്ന് പറഞ്ഞാൽ? ഒന്നിലധികം വസ്തുക്കളുടെ മേൽ പറയാൻ പറ്റുന്ന കാര്യങ്ങളെയാണ് നമ്മൾ കുല്ലിയ്യ് എന്ന് പറയുന്നത്. ഉദാഹരണം ഹയവാൻ എന്ന് പറയുന്നത് ഒരാളല്ല, ഒരുപാടാണ്. അപ്പോൾ ആ കുല്ലിയിൻ്റെ 3 പേഴ്സ്പെക്റ്റീവാണ് ആദ്യമായി നമ്മൾ പറയുന്നത്. കുല്ലിയിന് 3 പേഴ്സ്പെക്റ്റീവ് ഉണ്ട്. ഒന്ന്, കുല്ലിയ്യ് എന്ന് പറഞ്ഞാലുള്ള ആശയം. എന്താണ് കുല്ലിയ്യ് എന്ന് പറഞ്ഞാൽ? 2, ആരുടെ മേലാണ് ഈ കുല്ലിയ്യ് എന്ന് പറയാൻ പറ്റുക? 3, ഈ മഫ്ഹൂമും രണ്ടാമത് പറഞ്ഞ സാധനവും കൂടിയ മജ്മൂഅ്. ഇങ്ങനെ 3 തരം പേഴ്സ്പെക്റ്റീവ് കുല്ലിയ്യനുണ്ട്. ഇതാണ് ആദ്യമായി പറയുന്നത്. രണ്ടാമത്തെ കാര്യം എന്താണ് പറയുന്നത് എന്നുള്ളത് നമ്മൾ പാഠഭാഗം ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ, പുരോഗമിക്കുമ്പോൾ നമുക്ക് പറയാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ പ്രധാനമായും 2 കാര്യങ്ങളാണ് ഈ ഖാത്തിമയിൽ പറയുന്നത്. വളരെ സിമ്പിളാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ടാമത്തെ കാര്യമാണ്. ഇൻഷാ അല്ലാഹ് അത് നമുക്ക് അവിടെ പറയാം. ഖാത്തിമത്തുൻ മഫ്ഹൂമുൽ കുല്ലിയ്യി യുസമ്മ കുല്ലിയൻ മന്തിഖിയ്യ. കുല്ലിയ്യ് എന്ന് പറയുന്നതിൻ്റെ ആശയത്തെ നമ്മൾ കുല്ലിയുൻ മന്തിഖിയ്യ് എന്ന് വിളിക്കും. ഓക്കെ. മഅറൂദുഹു എന്താണെന്നൊക്കെ നമുക്ക് വിശദീകരിക്കാം കേട്ടോ. മഅറൂദുഹു, ഈ കുല്ലിയിൻ്റെ മഅറൂദിന്, കുല്ലിയ്യ് എന്തിനെയാണോ വന്ന് ബാധിക്കുന്നത് അല്ലെ, കുല്ലിയ്യ് എന്ന് പറയുന്നത് ഒരു ആരിളാണ്. കുല്ലിയ്യ് എന്ന് പറയുന്നത് ഒരു ആരിളാണ്. അത് എന്തിനെ വന്നാണോ ബാധിക്കുന്നത് അതിനെ നമ്മൾ തബഇയ്യ് എന്ന് വിളിക്കും. ഈ മന്തിഖിയും തബഇയ്യും പാടെ കൂടിയതിന് നമ്മൾ വൽ മജ്മൂഉ, ഇത് രണ്ടും പാടെ കൂടിയതിനെ നമ്മൾ അഖ്ലിയ്യ് എന്നും വിളിക്കും. അപ്പോൾ എന്താണ് എന്നൊന്ന് വിശദീകരിക്കാം. മഫ്ഹൂമുൽ കുല്ലിയ്യ്, കുല്ലിയിൻ്റെ മഫ്ഹൂം. എന്താണ് കുല്ലിയിൻ്റെ മഫ്ഹൂം എന്ന് പറഞ്ഞാൽ? ഒന്നാണ് യുത്ലഖു അലൈഹി ലഫ്ദുൽ കുല്ലിയ്യ്, കുല്ലിയ്യ് എന്ന പദം ഉപയോഗിക്കുന്നത്, അതിൻ്റെ ഇത്ലാഖ്, അതാണ് മഫ്ഹൂമുൽ കുല്ലിയ്യ് എന്ന് പറയുന്നത്. യഅനി അൽ മഫ്ഹൂമുൽ ലദീ ലാ യംതനിഉ ഫർളു സിദ്ഖിഹി അലാ കസീരീന. ഒന്നിലധികം പേരുടെ മേൽ പറയുന്നതിന് ഒരു തടസ്സവും ഇല്ലെങ്കിൽ ആ ഒരു മഫ്ഹൂം ഉണ്ടല്ലോ, ആ ഒരു ആശയം, ആ ആശയത്തെയാണ് നമ്മൾ കുല്ലിയിൻ്റെ മഫ്ഹൂം എന്ന് വിളിക്കുന്നത്. അതിനെ മന്തിഖി എന്നാണ് അതിൻ്റെ പേര്. ഒന്നുകൂടി പറയാണ്, എന്താണ് മന്തിഖി എന്ന് പറഞ്ഞാൽ? അൽ കുല്ലിയുൽ മന്തിഖി എന്ന് പറഞ്ഞാൽ, ലോജിക്കൽ കുല്ലി എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? അൽ മഫ്ഹൂമുൽ ലദീ ലാ യംതനിഉ ഫർളു സിദ്ഖിഹി അലാ കസീരീൻ, ഒരുപാട് പേരുടെ മേൽ പറയാൻ പറ്റുക എന്ന ആശയത്തെയാണ്, ആ ആശയത്തെയാണ് നമ്മൾ മന്തിഖി എന്ന് വിളിക്കുന്നത്. ആ ആശയത്തെ. ഫൈനൽ മന്തിഖിയ, കാരണം ഒരു മന്തിഖി, ഒരു ലോജിസ്റ്റ് അല്ലേ, ലോജിക്ക് പഠിച്ച ഒരാൾ യഖ്സുദു മിനൽ കുല്ലിയ്യ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹാദൽ മാന, ഈ ആശയത്തെയാണ്. അപ്പോൾ ഈ ആശയത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മന്തിഖി എന്ന് വിളിക്കുന്നത്. മനസ്സിലായല്ലോ? അടുത്തത്, ഈ ആശയം ആരുടെ മേലാണോ നമ്മൾ പ്രയോഗവൽക്കരിക്കുന്നത്, ആരെക്കുറിച്ചാണോ ഈ ആശയം നമ്മൾ പറയുന്നത്, ആ ആളുകൾക്കാണ് നമ്മൾ തബഇയ്യ എന്ന് വിളിക്കുന്നത്. ഒന്നാണ് യസ്തുഖു അലൈഹി, അതിൻ്റെ മേൽ സാധിക്കാവും മഫ്ഹൂമുൽ കുല്ലിയ്യ. കുല്ലിയ്യ എന്ന് പറയുന്ന ആശയം ആരുടെ മേലാണോ സാധിക്കാവുന്നത്, ഒന്ന് ആശയമാണ്. ഇനി ആശയം സാധിക്കാവുന്ന ആളുകൾ, ഉദാഹരണം ഇൻസാന് അല്ലേ, ഹയവാന്, ഇതിനെയൊക്കെ നമുക്ക് കുല്ലിയും തബഇയ്യ എന്ന് വിളിക്കും. അപ്പോൾ ആശയത്തെ മന്തിഖി എന്ന് വിളിക്കും. ഈ ആശയം ആരുടെ മേൽ വന്ന് ബാധിക്കുന്നുവോ ആ ബാധിക്കുന്ന ആളുകളെ നമ്മൾ തബഇയ്യ എന്ന് വിളിക്കും. കാരണം ലി വുജൂദിഹി ഫി തബാഇ, അത് നമ്മൾ പുറത്താണ് കാണുന്നത് അല്ലേ. ഇൻസാന് ഒരു കുല്ലിയാണെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാവുന്നത്? ഇൻസാനിനെ പുറത്ത് അനുഭവിക്കുന്നത് വഴിയാണ്. ഹയവാന് അലാമാസേജു, നമുക്കത് വിശദീകരിക്കാം. അടുത്തത് മൂന്നാമത്തെ പെർസ്പെക്റ്റീവ് വൽ മജ്മൂഉ, ഈ അൽ മുറക്കബു മിൻ ഹാദൽ ആരിളി വൽ മഅറൂദി. ഈ ത്വബഇയ്യും മന്തിഖിയും പാടെ, ത്വബഇയ്യനെയാണ് നമ്മൾ ആരിള് എന്ന് വിളിക്കുന്നത്, ത്വബഇയ്യനെ നമ്മൾ മഅറൂദ് എന്ന് വിളിക്കും. ഈ ആരിളും മഅറൂദും കൂടി ചേർന്നത്, അഥവാ ഈ ത്വബഇയ്യും മന്തിഖിയും കൂടി ചേർന്നത്, അതിൻ്റെ എങ്ങനെ? ഒന്നെന്തായിരുന്നു? കുല്ലിയ്യ എന്ന് പറയുന്ന ആശയം. 2, ഇൻസാൻ ഒരു കുല്ലിയാണ് എന്നുള്ളത്. അപ്പോൾ അത് രണ്ടും പാടെ ചേർന്നത് അൽ ഇൻസാനുൽ കുല്ലിയു വൽ ഹയവാനുൽ കുല്ലിയു അല്ലേ. കുല്ലിയായ ഹയവാൻ അല്ലെങ്കിൽ ഇൻസാന് കുല്ലിയാണ് എന്നുള്ളത്, ഹയവാന് കുല്ലിയാണ് എന്നുള്ളത്, ഇതിനെ നമ്മൾ അഖ്ലിയ്യ എന്നും വിളിക്കും. ഓക്കെ.
വളരെ സിമ്പിളാണ് മനസ്സിലാക്കാൻ. കാരണം ഇതിലാ വുജൂദലഹു, ഈ ഇൻസാന് കുല്ലിയാണ് എന്നുള്ളത് നമുക്ക് എവിടുന്നാ മനസ്സിലാവുക? ഫിലാക്കിലി, ബുദ്ധിയിൽ നിന്നാണ്. ഇൻസാന് എന്നുള്ളതിന് നമുക്ക് പുറത്തുനിന്ന് മനസ്സിലാവുക. ഇൻസാന് എന്നുള്ളതിന് നമുക്ക് പുറത്തുനിന്നേ മനസ്സിലാവുള്ളൂ. ഹയവാന് എന്നുള്ളതിന് നമുക്ക് പുറത്തുനിന്നേ മനസ്സിലാവുള്ളൂ. പക്ഷെ ഇൻസാനും ഹയവാനും കുല്ലിയാണ് എന്നുള്ളത് നമുക്ക് ബുദ്ധിപരമായിട്ടേ മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കുല്ലീൻ്റെ 3 പേഴ്സ്പെക്റ്റീവ് പറയാം. ഇങ്ങനെ കുല്ലീൻ്റെ പേഴ്സ്പെക്റ്റീവ് പറയുമ്പോൾ കുല്ലീൻ്റെ ഇനങ്ങളായ 5 സംഗതികളുണ്ടല്ലോ, ജിൻസ്, നൗ, ഫസ്ല്, അർള്, ആം, അർള്, ഖാസ്. ഇതിനെല്ലാം ഇങ്ങനെ 3 പേഴ്സ്പെക്റ്റീവ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. യാനി അന്നൽ കുല്ലിയ കമാ അന്നൽ കുല്ലിയ യകൂനു മന്തിഖിയൻ വ തബഇയൻ വ അഖ്ലിയ. കുല്ലി എന്നുള്ളത് മന്തിഖിയും തബഇയും അഖ്ലിയും ആവുന്നത് പോലെ തന്നെ കദാലിക്കൽ അൻവാഉൽ ഖംസ, അതേപോലെ തന്നെ ജിൻസ്, നൗ, ഫസ്ല്, അർള്, ആം, അർള്, ഖാസ് ഒക്കെ ഇങ്ങനെ തബഇയും അഖ്ലിയും മന്തിഖിയും ആവും. ഓക്കെ, തജ്രി ഫി കുല്ലി മിൻഹ, ഈ 5 എണ്ണത്തിലും നടക്കും ഹാദിഹിൽ ഇഅ്തിബാറാത്തു സലാസ, ഈ 3 പേഴ്സ്പെക്റ്റീവ്സ്. അതിന് 5 പറയുക എന്നുള്ളത് പ്രയാസമാണ്. 5 പറഞ്ഞ് എത്ര പറയാനുണ്ട്? അതുകൊണ്ട് ഈ 5 എണ്ണത്തിൽ 1 മാത്രം ഉദാഹരണം പറഞ്ഞ് ബാക്കിയെല്ലാം നമുക്ക് അതുപോലെ കിയാസാക്കിയാൽ മതി എന്ന് പറയുകയാണ് ഷാരിഹ് ചെയ്യുന്നത്. ഉദാഹരണം നൗഇനെടുക്കാം. നൗ എന്താണ് നൗഇൻ്റെ മന്തുഖിയായ കുല്ലി എന്ന് പറയുന്നത്? അൽ കുല്ലിയുൽ മഖൂലു അലാ കസീരീന മുത്തഫിഖീന ബിൽ ഹഖീഖത്തി ഫീ ജവാബി മാഹുവ എന്ന ചോദ്യത്തിന് ഒരേ തരത്തിലുള്ള ഹഖീഖത്തിനെ ഉൾക്കൊള്ളിക്കുന്ന ഒരു ഫോർമാറ്റ് ഉത്തരമായി പറഞ്ഞാൽ അൽ കുല്ലിയുൽ മഖൂലു അലാ കസീരീന, ഒരുപാട് ആളുകളുടെ മേൽ പറയാൻ പറ്റുന്ന ഒരു സംഗതി. എങ്ങനത്തെ? മുത്തഫിഖീന ബിൽ ഹഖീഖത്തി, അവരുടെ എല്ലാം ഹഖീഖത്ത് ഒന്നാണ്. അത് ഉത്തരമായിട്ടാണ് പറയുക. ഫി ജവാബി മാഹുവ എന്ന ചോദ്യത്തിന്റെ ഉത്തരമായി പറയുന്ന ഒരു സംഗതി. ഇതാണ് നൗ എന്ന് പറയുന്നതിന്റെ കുല്ലിയായ മഫ്ഹൂം. അതിനെയാണ് മന്തിഖി എന്ന് വിളിക്കുക. അപ്പം മാറൂലുഹു. അപ്പോൾ ആരൊക്കെയാണ് നൗ? ഉദാഹരണം ഇൻസാന്, ഫറസ്, ഹിമാർ, ഇതൊക്കെ എന്താണ് നൗ ആണ് എന്നുള്ളത്. അപ്പോൾ അത് ആരുടെ മേലാണോ ബാധിക്കുന്നത്? ഇൻസാന്റെ മേലും ഫറസിന്റെ മേലും ഹിമാറിന്റെ മേലുമാണ്. അപ്പോൾ അതിനെ നമുക്ക് മാറൂൽ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ത്വബഇയായ കുല്ലി എന്ന് വിളിക്കാൻ പറ്റും. പിന്നെ ഈ 2 പാടെ കൂടിയത്, അഥവാ ഇൻസാൻ നൗ ആണ്, ഫറസ് നൗ ആണ്, ഇത് 2 പാടെ കൂടുമ്പോൾ അതിനെ നമ്മൾക്ക് അഖ്ലി എന്നും വിളിക്കാം. ഓക്കെ, വാലാഹാദ ഫഖിസിൽ ബവാക്കി, വാലാഹാദ ഈ നൗഇൻ്റെ മേൽ ഫഖിസ് നിങ്ങൾ കിയാസാക്കുക, അൽ ബവാക്കി ബാക്കിയുള്ളത്. അതേപോലെ നമുക്ക് ജിൻസിനാക്കാൻ പറ്റും, മറ്റുള്ളതിനൊക്കെ ആക്കാൻ പറ്റും. ഇനി കുല്ലിയിൽ മാത്രമല്ല എന്നാണ് പറയുന്നത്. ബൽ മാത്രമല്ല, അൽ ഇഅ്തിബാറാത്തു സലാസു, ഈ 3 പെർസ്പെക്റ്റീവ്സ് തജ്രി ഫിൽ ജുസ്ഇയിലും നടക്കും. അപ്പോൾ കുല്ലി മാത്രമല്ല മന്തിഖിയും ത്വബഇയും അഖ്ലിയുമായി മാറുന്നത് ജുസ്ഇയുമാവും എന്നാണ് പറയുന്നത്. ഉദാഹരണം പറഞ്ഞാൽ സെയ്ദുൻ ജുസ്ഇയുൻ എന്ന് പറഞ്ഞാൽ സെയ്ദ് ഒരു ജുസ്ഇയാണ് എന്ന് പറയുന്ന ഒരു സംഗതി നമ്മൾ എടുത്താൽ അതിലെ ജുസ്ഇ എന്ന് പറയുന്ന ആശയം, അതിന് നമുക്ക് എന്ത് വിളിക്കാം? മന്തിഖി എന്ന് വിളിക്കാം. അഥവാ ഒരുപാട് പേരുടെ മേൽ പറയാൻ പറ്റാത്ത വസ്തുവിനെയാണ് ജുസ്ഇ എന്ന് പറയുന്ന ഒരു ആശയം ഉണ്ടല്ലോ, ആ ആശയത്തെ നമുക്ക് എന്ത് പറയാം? മന്തിഖിയും ജുസ്ഇ എന്ന് പറയാം. പിന്നെ ആരാണ് ജുസ്ഇ? സെയ്ദാണ്. അപ്പോൾ സെയ്ദിനെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ജുസ്ഇയുൻ ത്വബഇ എന്ന് പറയാൻ പറ്റും. പിന്നെ സെയ്ദ് ജുസ്ഇ ആണ് എന്നുള്ളതിനെ നമുക്ക് അഖ്ലിയുൻ ജുസ്ഇ എന്നും പറയാൻ പറ്റും. അങ്ങനെ ഓരോന്നിനെയും നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റും. ഓക്കെ, അതാണ് ബാക്കിയൊക്കെ പറയുന്നത്. ഇനി ഇത്രയുമാണ് ഒന്നാമത്തെ കാര്യം. ഒന്നാമത്തെ കാര്യം മനസ്സിലായല്ലോ. കുല്ലിയാണെങ്കിലും കുല്ലിയിൻ്റെ 5 ഇനങ്ങളായ അൽ ഖവാസ്, അൽ ജിൻസ്, നൗ, ഫസ്ല്, അർള്, ആം, അർള്, ഖാസ് ഉൾക്കൊള്ളുന്ന അൽ കുല്ലിയാത്തുൽ ഖംസ് ആണെങ്കിലും ജുസ്ഇ ആണെങ്കിലും ഇതിനെല്ലാം 3 പെർസ്പെക്റ്റീവ്സ് ഉണ്ട്. 1 അതിൻ്റെ ആശയം, 2 ഈ ആശയം ആരുടെ മേലാണോ ബാധിക്കുന്നത്, 3 ഈ ആശയവും ഈ ബാധിക്കുന്ന വസ്തുവും തമ്മിൽ ചേരുന്ന മജ്മു. ഇങ്ങനെ 3 പെർസ്പെക്റ്റീവ്സ് ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. അടുത്തത്, എല്ലാവർക്കും അറിയാം ഈ മന്തിഖിയും അഖ്ലിയും പുറത്ത് കാണൂല, ഉറപ്പാണല്ലോ. കുല്ലി എന്ന് പറയുന്നതിന് നമുക്ക് പുറത്ത് കാണാൻ പറ്റൂല. സെയ്ദ് കുല്ലിയാണ് എന്ന് പറയുന്ന അഖ്ലിയായ കുല്ലീനെയും നമുക്ക് പുറത്ത് കാണാൻ പറ്റൂല. അപ്പോൾ പിന്നെ ത്വബഇനെ പുറത്ത് കാണാൻ പറ്റുമോ? അതാണ് അടുത്ത ചോദ്യം. എന്തായാലും ഒന്നാമത്തേതിനെയും മൂന്നാമത്തേതിനെയും നമുക്ക് പുറത്ത് കാണാൻ പറ്റൂല. എന്നാൽ രണ്ടാമത്തെ ത്വബഇനെ സെയ്ദ് അല്ലേ, അപ്പോൾ അതിനെ പുറത്ത് കാണാൻ പറ്റുമോ? വൽ ഹഖു, അവിടെ 2 അഭിപ്രായമാണുള്ളത്. ഇതിൽ മുസന്നിഫ് എടുക്കുന്നത് ഇതിൻ്റെ ഇടയിലുള്ള ഒരു 2ൻ്റെയും ഇടയിലുള്ള ഒരു അഭിപ്രായമാണ്. വൽ ഹഖു, ഹക്കായ അഭിപ്രായം, ഹക്കായ നിലപാട് എന്ന് പറയുന്നത് അന്ന വുജൂദ ത്വബഇ ഉണ്ടാവുന്നത് ബിമഅന വുജൂദി അഷ്ഖാസി, ആ ത്വബഇൻ്റെ ഉള്ളിലുള്ള ഫർദുകൾ ഉണ്ടാവുമ്പോഴാണ്. അപ്പോൾ ഇൻസാനിനെ പുറത്ത് കാണാൻ പറ്റുമോ ചോദ്യമാണ്.
ഇൻസാന് എന്നുള്ള സാധനത്തെ നമുക്ക് പുറത്ത് കാണാൻ പറ്റില്ലെന്നില്ലല്ലോ. ഇൻസാന്റെ ഫർദുകളെയല്ല കാണാൻ പറ്റുന്നത്. അപ്പോൾ അതാണ് ശരിയായ നിലപാട്. ഇൻസാനിനെ പുറത്ത് കാണാൻ പറ്റൂല, അതിന്റെ ഫർദുകളിലൂടെ ഇൻസാനിനെ കാണുകയാണ് നമ്മൾ ചെയ്യുന്നത് എന്നാണ് ഇതിന് പറയാൻ പറ്റുള്ളൂ. ലാ യംബഗി അൻ യശുക്ക, സംശയമൊന്നും ഉണ്ടാവില്ല. അന്നൽ കുല്ലിയൽ മന്തിക്കിയായ കുല്ലിയ, ആ ആശയം ഗൈറു മൗജൂദുൻ ഫിൽ ഖാരിജ്, ആശയം എന്തായാലും പുറത്ത് കാണാൻ പറ്റൂല. കാരണം അത് നമ്മുടെ ബുദ്ധിയിലുള്ള ആശയങ്ങളിലാണ് വന്ന് ചേരുന്നത്. വലിതാക്കാനത്ത് മിനൽ മഅഖൂലാത്തി സാനിയ, അതുകൊണ്ട് തന്നെ മന്തിക്കിയായ കുല്ലിയിനെ മഅഖൂലാത്തുൻ സാനിയ എന്ന് വിളിക്കാം. എന്തുകൊണ്ടാണ് മഅഖൂലാത്തുൻ സാനിയ എന്ന് വിളിക്കുന്നത് എന്നുള്ളത് മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ അപ്പോൾ മന്തിക്കിയെ നമുക്ക് പുറത്ത് കാണാൻ പറ്റൂല. അതേപോലെ തന്നെ അഖ്ലിയ്യ ഗൈറു മൗജൂദുൻ ഫീഹി, അതിനെയും പുറത്ത് കാണാൻ പറ്റൂല. കാരണം ഈ അഖ്ലിയ്യ എന്നുള്ളത് എന്തിൻ്റെയാണ്? മന്തിക്കി എന്നുള്ളത് അഖ്ലിയിന്റെ ഒരു ജുസ് ആണ്, അല്ലെ? ഫൈന ഇന്തിഫാ അൽ ജുസ്ഇ, അപ്പോൾ മന്തിക്കി ഇല്ല എന്ന് വന്നാൽ യസ്തൽസിം ഇന്തിഫാ അൽ കുല്ലി, അതിന്റെ കുല്ലായ അഖ്ലിയും ഉണ്ടാവില്ല എന്ന് ഉറപ്പാണ്, അല്ലെ? ഇതിന്റെ കുല്ലാണ് എന്ത്? സൈദുൻ കുല്ലിയുൻ എന്നുള്ളതാണ് യഥാർത്ഥത്, അതാണ് എന്ത്? അഖ്ലിയ്. അതിൽ കുല്ലിയ എന്നുള്ളതിന് പുറത്ത് കാണാൻ പറ്റില്ലെങ്കിൽ സൈദുൻ കുല്ലിയ എന്നുള്ളതിനെയും പുറത്ത് കാണാൻ പറ്റൂല. വൈന്നമൻ നിസാഉ, പിന്നെ ചർച്ച എന്തിലാണ്? ഇവിടെ ഇതൊരു ചോദ്യത്തിന് സാധ്യതയുള്ളതാണ്. വൈന്നമൻ നിസാഉ മുതൽ മനസ്സിലാക്കിയോളൂ. വൈന്നമൻ നിസാഉ, തർക്കം. അന്ന തബഇയ്യാകൽ ഇൻസാനി, ഇൻസാനി എന്ന് പറയുന്ന തബഇയ്യ് മിൻ ഹൈതു ഹുവ ഇൻസാനുൻ, അത് ഇൻസാനാണ് എന്നുള്ള രൂപത്തിൽ, അല്ലദീ താറുലുഹുൽ കുല്ലിയ, അതിനെ കുല്ലിയത്ത് ബാധിക്കുന്നുണ്ട്. അപ്പോൾ കുല്ലിയത്ത് ബാധിക്കുന്ന ഇൻസാന് എന്നുള്ള നിലക്ക് മനുഷ്യനെ ഹൽ ഹുവ മൗജൂദുൻ ഫിൽ ഖാരിജി, അതിനെ പുറത്ത് കാണാൻ പറ്റുമോ? ഫി ളിംനി അഫ്രാദിഹി, അതിൻ്റെ ഫർദുകൾക്കുള്ളിലൂടെ അതിനെ പുറത്ത് കാണാൻ പറ്റുമോ? അംല, അല്ലെങ്കിൽ പുറത്ത് കാണുന്നില്ലേ? ചോദ്യം ഇതാണ്. ഫർദുകൾക്കുള്ളിലൂടെ, ഫർദ് എന്ന് പറഞ്ഞാൽ ഒരു 5 ഫർദിനെ നമുക്ക് എടുക്കാൻ പറ്റും. സെയ്ദ്, ഖാലിദ്, അംർ, ബക്കർ, ഉസ്മാൻ, അങ്ങനെ 5 ആൾക്കാർ. ഈ 5 ആളുകൾക്കുള്ളിലൂടെ നമ്മൾ ഇൻസാനിനെ പുറത്തു കാണുന്നുണ്ടോ ഇല്ലയോ? ഇതാണ് ചർച്ച. ഓക്കെ. അല്ലെങ്കിൽ ബൽ ലൈസൽ മൗജൂദു ഫീഹി ഇല്ലൽ അഫ്രാദു, അല്ല ഇൻസാനിനെ പുറത്തേ കാണുന്നില്ല, മറിച്ച് ഫർദുകളെ മാത്രമാണ് പുറത്ത് കാണുന്നത്, ഇൻസാനിനെ പുറത്ത് കാണുന്നില്ല, ഫർദുകളെ മാത്രമാണ് പുറത്ത് കാണുന്നത് എന്നാണോ വെക്കേണ്ടത്? വൽ അവ്വലു, ഒന്നാമത്തെ അഭിപ്രായം, ഹുവ മദ്ഹബു ജുംഹൂരിൽ ഹുക്കമായി, അത് പഴയ തത്വജ്ഞാനികളുടെ അഭിപ്രായമാണ്. ഓല് പറയുന്നത് ഫർദുകൾക്കുള്ളിലൂടെ ഇൻസാനിനെ നമ്മൾ പുറത്തു കാണുന്നു എന്നാണ്. രണ്ടാമത്തെ വിഭാഗം പറയുന്നത് ഫർദുകളെ മാത്രമേ കാണുന്നുള്ളൂ, ഇൻസാനിനെ പുറത്ത് കാണുന്നേയില്ല. എന്താ വ്യത്യാസം? ഒന്നാമത്തെ ആളുകളുടെ അഭിപ്രായത്തിൽ ഇൻസാനെ പുറത്ത് കാണുന്നുണ്ട്, അത് ഫർദുകൾക്കുള്ളിലൂടെയാണെന്ന് മാത്രം. രണ്ടാമത്തെ അഭിപ്രായ പ്രകാരം ഇൻസാനെ കാണുന്നില്ല, അതിനെ ഫർദുകളെ കാണുന്നുള്ളൂ. വസാനി, രണ്ടാമത്തെ അഭിപ്രായമാണ് മദ്ഹബു ബഅലിൽ മുതഅഖിരീൻ വമിൻഹുൽ മുസന്നിഫ് റഹിമഹുല്ലാഹ്. മുസന്നിഫ് റഹിമഹുല്ലാഹ് അടക്കമുള്ള ന്യൂ ജനറേഷൻ പണ്ഡിതന്മാരാണ് രണ്ടാമത്തെ അഭിപ്രായം പറഞ്ഞിരിക്കുന്നത്. വലിഹാദ, അതുകൊണ്ടാണ് ഖാല മുസന്നിഫ് പറഞ്ഞത് അൽ ഹഖ്ഖു ഹുവ സാനി. ഇങ്ങനെയൊക്കെ കാരണം ചിലപ്പോൾ ചോദ്യം വരിക, വലിദാ ഖാലൽ മുസന്നിഫു അൽ ഹഖ്ഖു ഹുവ സാനി, ഇത്രേ പറയുള്ളൂ, എന്നിട്ട് അത് വിശദീകരിക്കാനേ കാരണം. അപ്പോൾ ഇത് എവിടെയാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് വരെ നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. എന്നിട്ട് അതിനെ സമർത്ഥിക്കുകയാണ്. ലോ വുജിദൽ കുല്ലിയു ഫിൽ ഖാരിജി ഫീ ളിംനി അഫ്രാദിഹി, ഫർദുകൾക്കുള്ളിലൂടെ. അപ്പോൾ ഒന്നാമത്തെ അഭിപ്രായത്തെ എതിർക്കണം, കാരണം മുസന്നിഫ് രണ്ടാമത്തെ അഭിപ്രായക്കാരനാണ്, അല്ലേ? അപ്പോൾ ഒന്നാമത്തെ അഭിപ്രായത്തെ എതിർത്ത് തോൽപ്പിക്കണം. അപ്പോൾ ഫർദുകൾക്കുള്ളിലൂടെ, ശ്രദ്ധിക്കണം കേട്ടോ, ഫർദുകൾക്കുള്ളിലൂടെ കുല്ലിയിനെ പുറത്തു കാണാം. സെയ്ദിൻ്റെയും അംറിൻ്റെയും ഖാലിദിൻ്റെയും ബക്കറിൻ്റെയും ഉസ്മാൻ്റെയും ഉള്ളിലൂടെ ഇൻസാനിനെ നമുക്ക് പുറത്തു കാണാം എന്ന് വന്നാൽ ലസിമ ഇത്തിസാഫു ഷൈഇൽ വാഹിദ് ബിസിഫാത്തിൽ മുത്തലാദ്ദ, വ്യത്യസ്തമായ സിഫത്തുകൾക്കുള്ളിലൂടെ ഒരു വസ്തുവിന് നമ്മൾ വിശേഷണം പറയേണ്ടി വരും. കാരണം എന്താ? സെയ്ദ് മമ്പർത്താണെങ്കിൽ അവിടെയും ഇൻസാന് വേണ്ടി വരും, ഖാലിദ് ചമ്മാടാണെങ്കിൽ അവിടെയും ഇൻസാന് വേണ്ടി വരും, ബക്കർ വേങ്ങരയാണെങ്കിൽ അവിടെയും വേണ്ടി വരും, അംർ മലപ്പുറത്താണെങ്കിൽ അവിടെ. അപ്പോൾ വ്യത്യസ്ത സ്ഥലങ്ങളിൽ ഒരേ സമയത്ത് ഇൻസാൻ ഉണ്ടാവുക, അങ്ങനത്തെ ഒരു പ്രശ്നം വരും, അല്ലേ? ഇവരൊക്കെ ഓരോരുത്തല്ലല്ലോ, ഇവരൊക്കെ വ്യത്യസ്ത സ്ഥലങ്ങളിലല്ലേ. അപ്പോൾ ഒരേ സമയത്ത് 7:30 അല്ലേ, 7:30 AM ഇൻസാന് പല സ്ഥലങ്ങളിലാണ്. ഇപ്പം നിങ്ങളുടെ ക്ലാസ്സിൽ 26 ആൾക്കാർ, 26 ആളും അവരവരുടെ വീട്ടിലാണ്. അപ്പോൾ ഇൻസാൻ എവിടെയെന്ന് ചോദിച്ചാൽ 7:30 ഒരാൾ ഉറങ്ങുകയാണ്, ഒരാൾ നീച്ചിക്കുകയാണ്, ഒരാൾ ചായ കുടിക്കുകയാണ്, ഒരാൾ കളക്കുകയാണ്. ഇങ്ങനത്തെ പല പ്രശ്നങ്ങൾ വരും, അതാണ്. ഓക്കെ. വജൂദ് ഷൈഇൽ വാഹിദ് ഫിൽ അംകിനത്തിൽ മുതഅദ്ദിദ, വ്യത്യസ്ത സ്ഥലങ്ങളിൽ ഒരേ വസ്തു ഉണ്ടാവേണ്ടി വരും.
ഫബഅന വുജൂദി തബഈ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ത്വബഈയായ സംഗതി ഉണ്ട് എന്നുള്ളതിൻ്റെ അർത്ഥം അന്ന അഫ്രാദുഹു മൗജൂദ, ആ വസ്തു ആ കുല്ലിയില്ല, മറിച്ച് അതിൻ്റെ ഫർദുകളേ ഉള്ളൂ. ഇത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വഫീഹി തഅമ്മൽ, ഒന്നുകൂടി ചിന്തിക്കണം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അതിൻ്റെ വിശദീകരണത്തിന് വേണ്ടിയിട്ട് തന്നെ എത്ര തന്നെ ഉള്ളൂ, ഞാൻ ഈ പറഞ്ഞത് തന്നെ ഉള്ളൂ. ആ വിശദീകരണത്തിൻ്റെ താഴെ ഉണ്ട്, കിതാബിൻ്റെ താഴെ ഷറാഹിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ. വത്തഹ്കീഖുൽ ഹഖു. ഇനി ഇതിൽ ആദ്യത്തെ അഭിപ്രായക്കാരുടെ ഹുക്കമാക്കളുടെ അഭിപ്രായവും മുതഅഖിരീങ്ങളുടെ അഭിപ്രായവും ഒക്കെ ഇഴകീറി പരിശോധിക്കുന്നുണ്ട് ഫി ഹവാഷി തജ്രീദ്, ആ കിതാബിൽ ഫല്ലൂർ ഫിഹ. നിങ്ങൾക്ക് അത് വേണമെങ്കിൽ അവിടെ നോക്കാം. അപ്പോൾ ഈ രണ്ടാമത്തത് പ്രത്യേകം കുറിപ്പാക്കി തയ്യാറാക്കി എനിക്ക് അയച്ചു തരണം. ഒന്നാമത്തതും വേണം. ഒന്നാമത്തത് തൽക്കാലം നിങ്ങൾ ആ മലയാളത്തിൽ ഇങ്ങനെ എഴുതിയാൽ മതി. എന്താണ് കുല്ലിയിൻ്റെ മന്തിക്കി എന്ന് പറയുന്ന പെർസ്പെക്റ്റീവ്, എന്താണ് ത്വബഈ എന്ന് പറയുന്ന പെർസ്പെക്റ്റീവ്, എന്താണ് അഖ്ലി എന്ന് പറയുന്ന പെർസ്പെക്റ്റീവ്, ഇത് മാത്രം പറഞ്ഞാൽ മതി. അവർക്ക് ഒറ്റ വരിയിൽ ഇങ്ങനെ എഴുതാൻ പറ്റും, 3 വരികളിലായി അല്ലേ. അടുത്തത് ഇതാണ് കൃത്യമായിട്ട് പറയേണ്ടത്. ത്വബഈയായ കുല്ലി പുറത്ത് കാണാമോ ഇല്ലയോ? പുറത്ത് കാണാമെങ്കിൽ തന്നെ അഫ്രാദുകൾക്കുള്ളിലൂടെ പുറത്ത് കാണുന്നു എന്ന ഹുക്കമാക്കളുടെ അഭിപ്രായമാണോ മുസന്നിഫ് പിൻപറ്റുന്നത്? അതല്ല, ഫർദുകളെ മാത്രമേ കാണാൻ പറ്റുള്ളൂ, ആ ത്വബഈയായ കുല്ലീനെ കാണാൻ പറ്റില്ല എന്ന് പറയുന്ന മുതഅഖിരീങ്ങളുടെ അഭിപ്രായമാണോ മുസന്നിഫ് പിൻപറ്റുന്നത്? രണ്ടാമത്തെ അഭിപ്രായമാണ് എന്നിങ്ങനെ വിശദീകരിച്ച് എഴുതണം. അപ്പോൾ ഒരു കടമ തീർക്കാൻ ചെയ്യുന്നത് പോലെ ചില ആളുകൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തു, വെറും ഒരു ചാർട്ട് ഇട്ടിട്ട്. അത് വേണ്ട. കൃത്യമായിട്ട് ഇത് മനസ്സിലായി എന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് എനിക്ക് മനസ്സിലാവുന്ന തരത്തിൽ വേണം എഴുതാൻ. ഇൻഷാ അല്ലാഹ്. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.